എല്ലാരടുത്തും പോയി, എല്ലാ ആണുങ്ങളടുത്തും പോയി സംസാരിക്കുന്നുണ്ട്, അവർക്കൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അതാണ് പാവം കുട്ടി. പിന്നെ ആ സത്യം, എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നു, എല്ലാവർക്കും എടുത്ത ടേബിളിന്റെ എല്ലാവരുടെയും ടേബിളിന്റെ അടുത്ത് പോയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ നമ്മളെ കൃത്യത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർ വരുമ്പോ ആ രേണുസുതി അപ്പൊ ഒരു സെൽഫി എടുക്കുന്നു, പിന്നെ പിന്നെ ഫോട്ടോ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്പർ വാങ്ങിക്കുന്നു, കുറച്ചു നേരം അവരോട്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വിത്ത് മീ അൻവർ ഷാപ്പ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിന്റെ രണ്ടാം പാർട്ട് വീഡിയോ ആണ് ഇത്. അതായത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അതൊരു ലേഡി ഗൾഫിൽ നിന്ന് വായിച്ച വോയിസ് ആണ്. എന്നാൽ ഇനി വരുന്നത് ഒരു യുവാവ് അയച്ചേക്കുന്ന വോയിസ് ആണ്. അപ്പം അത് ഇവർ പോകുന്ന ഈ ഒരു ബാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യുവാവിന്റെ വോക്കലാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിൽ പറയട്ടെ, ഇതിനകത്തൊക്കെ എനിക്കൊരു ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു മൈൻഡേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല രേണുസുതി സ്വർണ്ണം കടത്തുകാരാണെന്നോ അല്ലെങ്കിൽ മോശം സ്ത്രീയാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് കൂടി തരിക. അപ്പൊ നമുക്ക് ഈ ഒരു വോയിസ് കൂടെ കേൾക്കാം. അപ്പൊ എന്തായാലും അവസാനം വരെ എല്ലാവരും കേൾക്കുക. ഇവളൊക്കെ ഒരു ഗ്യാങ്ങാണ്. ഇവള് വേറൊരു വീഡിയോക്കകത്ത് ഇവള് ചെന്നിരുന്നു, അവളുടെ അടുത്ത് ചെന്നിരിക്കുന്നു. അപ്പൊ അവക്കാണെങ്കിൽ ഈ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ലേഡീസുകളുണ്ടല്ലോ, അപ്പൊ ആ ലേഡീസുകളെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല പൈസ കിട്ടുമെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? അതായത് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഒത്തുകൂടെ നല്ല പൈസ കിട്ടും അവക്ക്. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു രേണുവിനെ സംസാരിച്ചതാണെന്ന് എനിക്ക് അവളുടെ ആ പിന്നെ സീറ്റയില്. പിന്നെ അവള് കള്ളു കുടിക്കുമെന്ന് പബ്ലിക്കായിട്ട് അവള് പറയുകയും ചെയ്തില്ലേ, അവള് വെക്കാടി എന്തായാലും പറയാണല്ലോ അടിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് മാജിക് എന്തരം. പക്ഷെ അത് ഞാൻ പറയുന്നത്, ഇവള് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഉണ്ടായിരുന്നു. എന്താണ് സംസാരിച്ചതിനെ ഇവർക്കൊക്കെ മാത്രമേ അറിയാവൂ. കുറെ നേരം അവർക്ക് കൂടെ ഇരുന്ന് കള്ളൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ ഞാൻ പറയുന്നത് ഈ സംസാരിച്ചവളുടെ ബിസിനസ്സിലാണ്. അത് വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. അവളുടെ ബിസിനസ് ഇതാണ്. പല ആൾക്കാർക്കും അറിയാം അവളുടെ ബിസിനസ്സിലാണെന്നുള്ള. പല ഗ്രൂപ്പിനകത്തൊന്നും ഇവളെ ഈ ബിസിനസ് കാരണം ഇവളുള്ള ഗ്രൂപ്പിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പല ഗ്രൂപ്പിനകത്തൊന്നും പലരും ഇറങ്ങിപ്പോയി. അതുപോലെ ചില ഗ്രൂപ്പുകളിൽ നിന്ന് ഇവളെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പകരം ഇവള് തലയിൽ തട്ടുവിട്ടാണ് നടക്കുന്നത്. ഇവള് ഹിന്ദുവാണ്, യഥാർത്ഥത്തിൽ ഇവള് ഹിന്ദുവാണ്. പക്ഷെ ഇവളെ വർഷങ്ങൾക്ക് മുമ്പ് വങ്ങാണ്ട് ഇവളിവിടെ ഈ നാട്ടില് അവളാ നാട്ടിൽ വന്നിട്ട് ഇവിടെ എന്തോ ജോലിക്കായിട്ട് വന്നിട്ട് മറ്റേ പരിപാടിക്ക് എങ്ങാണ്ട് ആരെ കൊണ്ടുവന്നതാ, ബാറല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിൽ അങ്ങനെ ഇങ്ങോട്ട് ഏതോ ഒരു മുസ്ലിം ഒരാളെ ഇവളെ സ്വീകരിച്ച് ഇവളെ കെട്ടി ഒരു മോനും ഉണ്ട്. ഇവള് ഒരു മോനുമായിട്ടാണ് താമസിക്കുന്നത്. ഇവളെ മോൻ തന്നെയാണ്. പക്ഷേ ഇവളെ മോന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞു മോന് +1 +2 എന്തോ കണ്ടാണെന്ന് തോന്നുന്നു ആ പയ്യൻ. വലിയൊരു ഫ്ലാറ്റാണ്. ഇവളുടെ കൊണ്ടുവന്ന പെമ്പിളരെ നിർത്താൻ വേറെ ഫ്ലാറ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഗ്രൂപ്പിലുള്ളവരെല്ലാരും കൂടെ ഒരിക്കൽ എന്തോ ഒരു പ്രോഗ്രാം വന്നപ്പോ ഇവളുടെ വീട്ടിൽ ഫുഡിന് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോഴാണ് എന്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു, ഇവളെ വീട്ടിൽ പോവുകയും ചെയ്യരുത്, ഇവക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, ഇവളെ വീട്ടിൽ പോവുകയും ഇവളുമായിട്ട് സഹകരിക്കുകയും ചെയ്യരുത്, നിനക്കിത് അവസാനം നിനക്ക് ഭയങ്കര. ഇവളുടെ പേര് ഷൈല എന്നാണ് ഇവളെ വിളിക്കുന്നത്. വേറെ വല്ല പേരും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഷൈല എന്നാണ് നമ്മളെ ഗ്രൂപ്പുകളിലായാലും ആൾക്കാർ വിളിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. പിന്നെ ഇവളുടെ ജോലിയെ ഈ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ അവളെ പിടിച്ചാൽ മതി. ഇവളുടെ ബിസിനസ്സും ഇവൾക്ക് എന്തൊക്കെ ഇവളുടെ ഇല്ലീഗൽ പ്രവൃത്തികളെല്ലാം അവളുടെ ആ പോക്കും വരവും മാസത്തിൽ എത്ര പ്രാവശ്യം ഇവിടെ നാട്ടിൽ പോകണമെന്നെല്ലാം ഈ കണ്ടുപിടിച്ചാല് എല്ലാം പുറത്തു വരും. ഇവളെ വെളിയിൽ ആക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം. പിന്നെ ഈ പെൺകൊച്ച് ഇപ്പൊ കാണിക്കുന്ന പിന്നെ കുറച്ച് കൂടി പോയി. അതുകൊണ്ടാണല്ലോ ഈ ആൾക്കാരെ എടുത്തിട്ട് അവളെ ഇത് ചെയ്യുന്നത്. ഇപ്പത്തെ അടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പത്തെ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പത്തി കുറഞ്ഞിരിക്കുന്നെന്ന് തോന്നുന്നു. അതിങ്ങനെ നടന്ന് എല്ലാവരും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. അതുമല്ല മൊത്തത്തിൽ ഇങ്ങനെ ഇത് ബാനാക്കുമെന്നൊക്കെ ഇങ്ങനെ പൊതുവെ ഗവൺമെന്റും കൂടെ ഇങ്ങനെ പറഞ്ഞേക്കില്ലേ, ID എല്ലാം കട്ടാക്കി കളയുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പത്തി കുറച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു.
കുറച്ചുകൂടി പോയി. എവിടെ വിചാരിച്ച് ഇങ്ങനെ ആയി വരുമ്പോ വലിയ വലിയ വ്യാമസാമ്പത്തേക്ക് കാണിക്കാന്ന് വെച്ചാൽ എന്റെ കൂടെ ഒന്നും അന്ന് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പാവം കുട്ടിയായിരുന്നു. അന്ന് പ്രോഗ്രാമിന് കണ്ട് വന്ന് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു പാവം കുട്ടി. പക്ഷെ എല്ലാവരുടെ പോയി, എല്ലാ ആണുങ്ങളുടെ അടുത്തും പോയി സംസാരിക്കുന്നുണ്ട്, അവർക്കൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ സത്യം, എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നു, എല്ലാവർക്കും എടുത്ത എല്ലാവരുടെയും ടേബിളിന്റെ അടുത്ത് പോയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇവളെ ഈ ഉദ്ഘാടനം പറഞ്ഞ് വിളിച്ചിട്ട് ഇവൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ നമ്മളെ കൃത്യത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്ന. ഓരോരുത്തർ വരുമ്പോ ആരെയാണ് സ്ഥിതി, അപ്പൊ ഒരു സെൽഫി എടുക്കുന്നു, പിന്നെ ഫോട്ടോ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്പർ വാങ്ങിക്കുന്നു, കുറച്ചു നേരം അവരോട് ഇരുന്ന് സംസാരിക്കുന്നു, ചിലപ്പോൾ അവർ കള്ള് ഓഫർ ചെയ്യുന്നു, അത് കുടിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ ബാറിനകത്ത് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പാട്ട് പാടുമ്പോൾ കൂടെ ആ പാടുന്നവരുടെ കൂടെ കയറി വന്ന് ഇതുപോലെയുള്ള ഡാൻസുകൾ കാണിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവളും കയറി നിന്ന് ഇങ്ങനെ ഒന്ന് പാടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവളും കയറി നിന്ന് അതിനകത്ത് പാട്ടൊക്കെ പാടുന്നതൊക്കെ കാണാറുണ്ട് ചിലപ്പോ ചില വീഡിയോസിലൊക്കെ. വെറുതെ ഇരിക്കുന്നവരെ സമരത്തിനകത്തിട്ട് ആരും തോണ്ടൂലല്ലോ. മനസ്സിലായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ കൂടെയുള്ള കരിഷ്മയില്ലേ, കരിഷ്മ ഇവളുടെ മാനേജര്, എനിക്കറിയത്തില്ല. ഹസ്ബൻഡിന്റെ ലിങ്കാണ് ഈ സ്വർണ്ണക്കടത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അവളെ ഹസ്ബൻഡിന്റെ പേരെന്താണ്? അത് എന്തെന്നാ ഒരു പേര് പറഞ്ഞു, പേരെനിക്ക് ഓർമ്മയില്ല. ആഷിം എന്നാണ് എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്നത്. ആഷിമല്ല, അവളെ ഹസ്ബൻഡിന്റെ പേരും ഹസ്ബൻഡിന്റെ ഫോട്ടോയും കിട്ടിയാല് നമ്മള് ഒരു ഗ്രൂപ്പ് വഴി ഇങ്ങനെ ചെക്ക് ചെയ്താല് ചിലപ്പോ അറിയാൻ പറ്റും ഇവൻ എന്താണ് ബിസിനസ്, ഇവൻ എന്താണ് ഇതെന്നൊക്കെ. അത് ശരി, അത് ശരി. നാട്ടിൽ തന്നെയാണല്ലേ? അവന്റെ ലിങ്കാണ് ഇവിടെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഇത് പറഞ്ഞത് അവന്റെ ആദ്യത്തെ ഭാര്യയാണ്. അത് ശരി. ചിലപ്പോ ആദ്യത്തെ ഭാര്യയ്ക്ക് പിണങ്ങുമ്പോഴാണല്ലോ ഇതെല്ലാം പുറത്തു വരുന്നത്. ആദ്യത്തെ ഭാര്യയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും അവനെ പറ്റി. ഇവൻ ഇതാണ് ജോലി എന്നും ഇതാണ് ബിസിനസ് എന്നും എല്ലാം അറിയാൻ പറ്റും. കാരണം നമ്മളിപ്പം നമ്മളൊരു ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരു ലേഡി, അവര് തമ്മിൽ നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മളിത് പറയുന്നത്. ഇവർ ഈ പെണ്ണുമ്പിള്ളയുടെ ബിസിനസ് ഇതാണ്, ഈ പെണ്ണുമ്പിള്ള ഇതാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. കാരണം നമ്മളത് നല്ല രീതിയിൽ നമുക്ക് സഹകരിച്ചു കൊണ്ടുവന്നപ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു. പലരും പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർക്ക് ഇതാണ് ബിസിനസ് എന്നും ഇവരുടെ ജോലി ഇതാണെന്നും നമ്മൾ അറിയുന്നപ്പോഴാണ്. അതോടുകൂടി ഞാൻ ഇവളുമാരുമായിട്ടുള്ള സഹകരണം നിർത്തി. ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. പിന്നെ എന്റെ വോയിസ് കേൾക്കുമ്പം എനിക്കിതുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ. പിന്നെ താൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ആഷിമിന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്. തന്നെ ഈ സാധനങ്ങൾ അവൻ പറഞ്ഞു, പക്ഷെ ഇത്രയും കൃത്യമായിട്ട് സംഗതി പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു ഇത് ദിവസം കൊണ്ട് ഞാനിത് കുറേ ദിവസം കൊണ്ട് ഈ അങ്ങോട്ട് തന്നെ ആലോചിച്ച് നോക്ക്. ഇവർ അങ്ങോട്ട് പോകുമ്പോ വരുന്നതാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, കൊണ്ടാ വരുന്നത്. ഇവർക്ക് കൊടുക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് അത്രയും ഇതും കൊണ്ട് വരുന്നത്. കാരണം അവിടെ വരുന്നവരും പോണവരും എല്ലാം പിന്നെ ഇവിടെ നമ്പരും വാങ്ങിച്ചിട്ടല്ലേ പോണത്. അവർക്കൊക്കെ എന്തെങ്കിലും ഇതുണ്ടാവും. അതുകൊണ്ടല്ലേ കൂടെ പോണം. നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നില്ല. നമ്മളെയൊന്നും എന്തുകൊണ്ട് നമ്മളെ ഒരു മനുഷ്യരും വന്ന് ഈ സ്വർണ്ണക്കടത്തെന്നോ അതെന്നോ പറഞ്ഞ് നമ്മുടെ അടുത്ത് എന്തോ സ്വാധീനിക്കാത്ത, നമ്മളെന്ത് സ്വാധീനിക്കാത്ത? നമ്മളിവിടെ 8 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നല്ലേ. നമ്മള് ഇപ്പൊ ഞാൻ വർഷത്തില് നമ്മുടെ നാട്ടിൽ പോകുന്നത് ഒരൊറ്റ മനുഷ്യർ നമ്മൾ സ്വാധീനിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളവരെ സ്വാധീനിക്കുന്ന ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാം. അതിനാണ് ഇവരെ മാസത്തില് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ഉദ്ഘാടനം? അവിടെ ബാറിൽ കള്ളും കുടിക്കുന്നത് എന്ത് ഉദ്ഘാടനം? എന്തോന്നു അവിടെ ഒരു ഉദ്ഘാടനവും ഇല്ല. 13 ദിവസമൊക്കെ നിൽക്കുന്നത് ഇവളുടെ പ്രോജക്റ്റിന് വേണ്ടി ആയിരിക്കാം. ഇവരുടെ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 13 ഇത്രയും ദിവസം അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഇത്ര രൂപ കൊടുക്കാന്നുള്ള എഗ്രിമെന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് ഇത്ര കൊടുക്കാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത് ഏറ്റിട്ട് വരാന്ന് കാര്യം. ചുമ്മാ ഇരിക്കുമ്പോ പൈസ കിട്ടുമോ? ഒന്ന് ദുബായ് വരെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് സാധനവും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ സ്വർണവും കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പൈസയാവൂലേ? അവര് കൊടുക്കാന്ന് പറയില്ലേ? 13 ദിവസം അവിടെ നിർത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സെലിബ്രിറ്റിയെ കൂട്ടി കൊടുത്താൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ടൈമിനായിരിക്കും.
13 ആ ദിവസം പുറകോട്ട് അങ്ങനെയുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സെലിബ്രിറ്റീനെ കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല പൈസ കിട്ടും. ഈ നായിന്റെ മോളെ തന്നെ ഒരിക്കൽ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പിന്നെ ആ ഈ പറയുന്ന വേറൊരു കേസ് ഉണ്ട് ഇവിടെ ടിക്ടോക്കിനകത്തും ഇൻസ്റ്റയിലും എല്ലാം കിടക്കുന്ന ഒരു സുധി തമ്പി എന്നും പറഞ്ഞിട്ട് ഒരു അവർക്കൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ എല്ലാ കൊള്ളേ പരിപാടിയില്ല, ഇതൊക്കെ തന്നെ. സെലിബ്രിറ്റി ആണെങ്കിൽ കാശ് കൂടുതലും. ആ സെലിബ്രിറ്റി ആണെങ്കിൽ കാശ് കൂടുതലാണ്. സെലിബ്രിറ്റിയൊക്കെ അതിനാണെങ്കിൽ സെലിബ്രിറ്റി വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ ചെന്ന് കോൾ ചെയ്യുന്നതും മുട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇവർക്കൊക്കെ ഡിമാൻഡാണ്. അപ്പൊ ഷെബീന ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ ഇട്ട് തന്നിരിക്കുന്നത് വോയിസ് മോഡുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് രേണുസുതിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇച്ചിരി ഗുരുതരമാണ്, സത്യമാണ്. അപ്പം നിലവിൽ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു തിങ്കിങ് വരുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് എന്റേത്. പിന്നെ അതുപോലെയാണോ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക, അത് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ എന്തായിരുന്നാലും ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിപ്പോ വിദേശത്ത് നിന്നും ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരുടെ വോക്കലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയാണ് ഇതിന് മൂലധനമായിട്ട് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിലേക്ക് ഇവർ പോകുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അതല്ല ഇവരെ തേജോധം ചെയ്യുകയാണെങ്കിൽ അതും പുറത്തു വരണം. അപ്പൊ എന്തായാലും ഇതിന്റെ വേറൊരു മെയിൻ വോക്കലായിട്ട് വരുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അത് ഞാൻ 3 പാർട്ടായിട്ട് ഇട്ടേക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഈ ബാറിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ആണ്. അപ്പം അതുകൂടെ കേൾക്കുക നിങ്ങൾ. ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക. പിന്നെ ഇനി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വോക്കൽ വരുന്നുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആ വീഡിയോ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.